ഇരുമുടി തെലുങ്ക് സിനിമയാണ്. രവി തേജ നായകനായി അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ മാളികപ്പുറം 2 എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇറങ്ങിയ പ്രൊമോ മെറ്റീരിയൽ ഒക്കെ മാളികപ്പുറമായിട്ട്. രവി തേജയുടെ ക്യാരക്ടർ ഒരിക്കലും ഉണ്ണിമുന്നൻ്റെ ക്യാരക്ടറോട് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ ഒരു പ്ലോട്ടും സെറ്റപ്പും ഇതിനകത്ത് വരുന്നൊരു ത്രില്ലിങ് എലമെൻറ്റും പിന്നെ ഈവൻ ഒരു ഡാൻസ് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഭക്തി ഒരു വൈബൊക്കെ പിടിച്ച്. അപ്പോൾ മൊത്തത്തിൽ കറക്റ്റ് ഒരു മാളികപ്പുറം 2 അല്ലെങ്കിൽ പോട്ടെ, അങ്ങനെയല്ലേ പോലും മാളികപ്പുറത്തിൻ്റെ ഒരു സക്സസ് കണ്ടിട്ട് തെലുങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലേവറിൽ ഒരു പടം എടുക്കുക എന്നുള്ളൊരു രീതിയിൽ വന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കാണണമെന്ന് പക്ഷേ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ഡിവോഷണൽ ടച്ചൊക്കെ ഉള്ള ഒരു മാസ് പടം എനിക്കിഷ്ടമാണ്, പൊതുവേ ഒരു ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കാണണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഒരു സ്ഥലത്തും ഇവിടെ ഷോ ഇല്ല, ഒരിടത്തും തന്നെ ഷോ ഇല്ല. ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഇതാണ് മലയാളം ഡബ് ഇറങ്ങിയിട്ടില്ല. ആകെയുള്ളതിൽ ഇത് തെലുങ്കാണ് ഒറിജിനൽ ലാംഗ്വേജ്, പിന്നെ തമിഴുണ്ട്, തമിഴ് ഡബ്ബുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതിൽ ഇറങ്ങിയ പാട്ടും ട്രെയിലറും ഒക്കെ തെലുങ്കിനേക്കാളും നല്ലത് തമിഴായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാനത് കമൻസൊക്കെ നോക്കിയപ്പോൾ പലർക്കും അങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഈ സിനിമയുടെ റിവ്യൂസിനെ പറ്റി വരുവാണെങ്കിൽ ഞാൻ കുറേ സ്ഥലത്ത് ചെക്ക് ചെയ്തു. ഇന്നലെ എനിക്ക് കാണണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇന്നലെ മുതൽ നോക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഭയങ്കര റിവ്യൂസാണ്, ഗംഭീര റിവ്യൂസാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ഒരു ഡൾ ഫസ്റ്റ് ഹാഫായിട്ടാണ് പറയുന്നത്. സമയം കുറവും ഫസ്റ്റ് ഹാഫാണ്. 2.5 മണിക്കൂറുള്ള സിനിമയിൽ 1 മണിക്കൂർ സംതിങ് ഉള്ളൂ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തന്നെ തീരുന്നതുകൊണ്ട് വലിയ കഥാഗതിയിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് കഥയുടെ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുന്നു, ചുമ്മാ കുറേ ക്ലീഷേ സീൻസ് കാണിക്കുന്നു. ഒരു വികാരമില്ലാത്ത ഫസ്റ്റ് ഹാഫ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സിനിമ പാളി എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പടത്തിന് സെക്കൻഡ് ഹാഫ് കയറി കൊളുത്തിയിട്ടുണ്ട്. കൊടൂര ബുക്കിംഗാണ്. ഇതിൻ്റെ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ സിനിമയുടെ ഒരു റിവ്യൂസ്, ജനറൽ റിവ്യൂസ് എങ്ങനെയാണെന്ന്. അതല്ലാതെ തന്നെ ഭയങ്കര ഈ ക്രിട്ടിക്കൽ റിവ്യൂസും നന്നായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര രസമാണെന്നാണ് പൊതുവെ വരുന്ന അഭിപ്രായങ്ങൾ. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു 40 മിനിറ്റോളം ഒരു ഭയങ്കര രവി തേജയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രസമുള്ളൊരു ത്രില്ലിങ് സീക്വൻസ് ഉണ്ടെന്നാണ് കേട്ടത്. നമ്മളത് ഗ്രിപ്പിംഗ് ആയിട്ട് നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളിതിരുന്ന് കാണും എന്നാണ് പൊതുവെ വരുന്ന അഭിപ്രായങ്ങളൊക്കെ. അപ്പം മൊത്തത്തിൽ ഭയങ്കര അഭിപ്രായമാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് ഫസ്റ്റത്തെ 2 ദിവസത്തെ ബുക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ മലയാളം ഡബ്ബ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം മലയാളത്തിൽ നമുക്ക് കാണാനുള്ള സാധനം ഉണ്ട്. അവർ നീറ്റായിട്ട് മലയാളം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മലയാളം പടം പോലെ കാണാൻ പറ്റുമെന്നാണ് വരുന്ന അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ തന്നെ ശബരിമലയാണ് ഇതിൻ്റെ ഒരു കഥ നടക്കുന്നതും ആ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കേരളത്തിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പം മലയാളം വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തമിഴെങ്കിലും കേരളത്തിലെ എല്ലാ സ്ഥലത്തും വരണമെന്നില്ല, പ്രമുഖ സെൻറ്റേഴ്സിലെങ്കിലും തമിഴ് വരട്ടെ. ഇപ്പം എറണാകുളത്ത് മാത്രമല്ലല്ലോ കേരളത്തിൽ തിയേറ്ററുകളുള്ളത്. അറ്റ്ലീസ്റ്റ് എല്ലാ ജില്ലയിലെ ഒരു മേജർ സെൻറ്ററിലെങ്കിലും ഈ സിനിമ വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോയി കാണും. അത്ര അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. പൊതുവെയുള്ള റിവ്യൂസ് ഇതാണ്. ബ്ലോക്ക് ബസ്റ്റർ റിവ്യൂസാണ് വരുന്നത്.